ഉണ്ടായിട്ടില്ല. അതിദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റുന്നത് മുതൽ കേരളത്തിന്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം വരെ സർവതല സ്പർശിയായ മാറ്റങ്ങൾ. രാവിലെ നേരത്തെ വരാൻ പറ്റാതെ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമായതുകൊണ്ടാണ്. നമ്മുടെ പുതിയ പള്ളിക്കൂടങ്ങളിൽ ഇന്ന് അമ്മമാര് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയല്ലോ. സത്യം പറഞ്ഞാൽ സേവനത്ത പുതിയൊരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ നാളെ വിളിക്കുമ്പോൾ ആ സ്കൂളിലും 5ാം ക്ലാസ്സിൽ ചേർന്നാലോ എന്ന് ഞങ്ങൾക്ക് പോലും കൊതി തോന്നുന്ന വിധത്തിലുള്ള സ്കൂളുകൾ. എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചേരാണ് നമ്മുടെ സ്കൂളുകൾ. ഞാൻ ഇന്ന് ആദ്യത്തെ സ്കൂളിൽ പോയി പ്രസംഗിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാനുമതി ടീച്ചറെ ഓർത്തു. ടീച്ചർ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുമ്പോൾ ഈ വിരലിങ്ങനെ പൊന്തിക്കും. ഇതൊരു +2 ആണെന്ന് സങ്കല്പിക്കുക. എല്ലാ ദിവസവും ടീച്ചർ സങ്കല്പിക്കുക. ടീച്ചർക്ക് വിരലാണെന്ന് സങ്കല്പിക്കലായതുകൊണ്ട് ഏത് ആശുപത്രി വിളിച്ചാലും ടീച്ചറുടെ ഈ വിരലിനൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ 1ാം വർഷത്തിൽ ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പാണ്. കെമിസ്ട്രി ലാബിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞ ഈ ക്രിസ്റ്റൽ ടെസ്റ്റ് ബാധ്യതകൾ ഞാൻ ടീച്ചറിൻ്റെ വിരലാണെന്ന് സങ്കല്പിച്ചു. ടീച്ചർ പറഞ്ഞ 3 ആസ്പെക്ട് അതിൽ ഒഴിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി എന്താണ് ഉണ്ടായതെന്ന് ഇവിടെ പറയാൻ പറ്റുന്ന വിധത്തിലുള്ള വികാരമല്ല. എങ്ങനെയാണോ നഗ്നനേത്രങ്ങൾക്ക് ദർശിക്കാൻ കഴിയാത്ത സൗരയൂഥത്തിന്റെ അസാമാന്യമായ നേട്ടങ്ങളെ ടീച്ചറുടെ പിന്നിൽ നിൽക്കുന്ന ബ്ലാക്ക് ബോർഡിന്റെ സ്ഥലത്തുള്ള സ്മാർട്ട് ബോർഡ് നമുക്ക് കാണിച്ചു തരുന്ന വിധത്തിൽ ലോകോത്തര വിജയത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം നേടിയൊരു കാലമാണ്. കോവിഡ് കാലത്ത് ലോകം കണ്ടില്ലേ കേരളത്തിന്റെ ജനകീയ ആരോഗ്യ നയത്തിന്റെ വ്യത്യാസം. കേരളത്തിന്റെ ജനകീയ ആരോഗ്യ നയം സാധാരണ കോവിഡ് കാലത്ത് അമേരിക്കയിലുള്ള ഒരു കൊച്ചു നഴ്സ് പെൺകുട്ടി, കോട്ടയത്തുകാരി നഴ്സ് ഹൃദയത്തിൽ ചാലിച്ചൊരു കമന്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചു.